പാലക്കാട്ടേക്കാണ് അഷ്മി. പാലക്കാട്. അവിടെ എനിക്ക് തോന്നുന്നത് പാലക്കാട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ബൂത്തുകളിൽ നല്ല തിരക്കാണെന്നാണ് നിഖിൽ പ്രമേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. നീണ്ട ക്യൂ എല്ലായിടവും പ്രകടമാകുന്നു. നേരിട്ട് നിഖിൽ പ്രമേഷ് നമുക്ക് കേൾക്കാം. നിഖിൽ പറയൂ. ചൂട് കൂടും മുമ്പ് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാണ് പാലക്കാട്. അതെ പാലക്കാട് കടുത്ത ചൂട് 42 ഡിഗ്രി 44 പോകുന്ന സ്ഥലം. പറയൂ നിഖിൽ പ്രമേഷ്. ഇത്രയും നേരം നമ്മൾ പാലക്കാട് നഗരത്തിലെ ബൂത്തുകളിലൂടെയാണ് സഞ്ചരിച്ചത്. ഇപ്പോൾ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തി നോക്കുകയാണ്. ഇവിടെ നല്ല തിരക്കാണ്. അതിരാവിലെ മുതൽ തന്നെ പ്രകടമാവുന്നത്. നമുക്കറിയാം, ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതിരാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടറും DMOയും ഒക്കെ നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ മുതൽ തന്നെ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിച്ചേരുന്ന സാഹചര്യം. നീണ്ട ക്യൂ നമുക്ക് എല്ലാ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലും കാണാനാകുന്നുണ്ട്. കർശനമായി ബൂത്തുകളിൽ ഇത്തരത്തിൽ കുടിവെള്ള സൗകര്യം അടക്കം ഒരുക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അത് കൃത്യമായി പാലിക്കപ്പെടുന്നുമുണ്ട്. എല്ലാ ബൂത്തുകളിൽ നിന്നും നമുക്ക് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ബൂത്തുകളിൽ നിന്നും ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഷൊർണൂർ നിയോജക മണ്ഡലത്തിലാണ്. അവിടെ സംസ്ഥാന ശരാശരിയേക്കാൾ ഉയർന്ന പോളിംഗ് ശതമാനമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 12 മണിക്ക് മുൻപായി തന്നെ പരമാവധി ആളുകളോട് എത്തി വോട്ട് രേഖപ്പെടുത്തണമെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. വീട്ടിൽ വിളിച്ചു പറഞ്ഞോ? വിജയകുമാർ, രഞ്ജിത്ത് പറയുകയാണ്, പ്രമുഖർ വോട്ട് ചെയ്താലേ നിങ്ങൾക്ക് വാർത്തയുള്ളൂ, സാധാരണക്കാർ വോട്ട് ചെയ്താൽ ഒരു വാർത്തയല്ല. ഞാൻ 7:30 മണിക്ക് വോട്ട് ചെയ്തെന്ന് അതെ വാർത്തയായി. മാത്രമല്ല, നേരത്തെ ഒരു പ്രേക്ഷകൻ പറയായിരുന്നു, എല്ലാവരും നടന്നു പോയി വോട്ട് ചെയ്തു, ഞങ്ങൾ നടന്നു പോയി വോട്ട് ചെയ്തു, എന്നിട്ട് എന്താ വാർത്തയാക്കാത്തത്? നിങ്ങൾ നടന്നു പോയി വോട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്.